ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ താരിഫ് 90 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ചില തട്ടിപ്പുകളെക്കുറിച്ച് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അമേരിക്കയെ വഞ്ചിക്കാനായി ഈ രാജ്യങ്ങൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പല വിദ്യകളും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. 8 മേഖലകളിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഈ രാജ്യങ്ങൾ മുതിരാൻ സാധ്യതയുള്ളത് എന്നാണ് ട്രംപ് പറയുന്നത്. അവ ഓരോന്നും അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു. ചില രാജ്യങ്ങൾ കറൻസിയിൽ കൃത്രിമം കാട്ടാൻ സാധ്യതയുള്ളതായിട്ടാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. കയറ്റുമതി കൂടുതൽ മത്സര അധിഷ്ഠിതമാക്കുന്നതിനും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നതിനും ഇടയാക്കുന്ന തരത്തിലായിരിക്കും ഇവരുടെ ഈ ഒരു നീക്കം എന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെ ട്രംപ് ഇത്തരത്തിലുള്ള ഒരു സൂചന അമേരിക്കൻ വ്യവസായ ലോകത്തിന് നൽകിയിരുന്നു. ചില രാജ്യങ്ങൾ മനഃപൂർവ്വം ഇതിനുവേണ്ടി അവരുടെ നാണയത്തിന്റെ അല്ലെങ്കിൽ രൂപയുടെ വിനിമയ മൂല്യം കുറച്ചതായി ട്രംപ് പലവട്ടം ആരോപണം ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ട്രംപിന് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറക്കുമതികൾക്ക് ബാധകമായ മൂല്യവർദ്ധിത നികുതിയെക്കുറിച്ചും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം പല രാജ്യങ്ങളും ഈ തുക പിന്നീട് റീഫണ്ട് ചെയ്യുന്നു എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. ഇതെല്ലാം ആത്യന്തികമായി അമേരിക്കയുടെ മേൽ പതിക്കും എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത്. കയറ്റുമതി, സബ്സിഡികൾ, കാർഷിക മാനദണ്ഡങ്ങൾ, പൈറസി, IP മോഷണം, താരിഫ് ഒഴിവാക്കാൻ ട്രാൻസ്ഷിപ്പിംഗ് എന്നിവയ്ക്കെതിരെയും ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.